ഇന്ന് ഒരു മൂവി നൈറ്റാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ആംബറിന് തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അവൾ മടിച്ച് താഴെ ഇരിക്കുമ്പം നമ്മൾ മുകളിലോട്ട് പോകാറില്ല. ഞാനാണ് സാധാരണ തറയിൽ ഇവിടെ കിടക്കാറുള്ളത്. ഇന്ന് എല്ലാവരും ജോയിൻ ചെയ്തു. എന്നാൽ പിന്നെ ഒരു മൂവി നൈറ്റ് ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ ഡിന്നറും ഉണ്ടാക്കി നമുക്ക് ഇന്ന് തറയിൽ കിടക്കാം. നമുക്ക് തറയിലൊക്കെ വിരിച്ച് ഇങ്ങനെ കിടക്കാൻ നല്ല രസമല്ലേ? പണ്ടൊക്കെ നമ്മൾ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ തറയിലൊക്കെ മെത്തയൊക്കെ വിരിച്ച് ഷീറ്റൊക്കെ വിരിച്ചൊക്കെ കിടക്കുന്നത്. അതുപോലൊരു മൂവി നൈറ്റ് എന്നൊക്കെ പറഞ്ഞാലും മൂവിയൊന്നും കാണൽ നടക്കത്തൊന്നുമില്ല. ഫുൾ ടൈം കളിച്ച് ഇവിടെ നമ്മളെ കാണാനേ സമ്മതിക്കത്തില്ല. പിന്നെ അത് കളിയായി എപ്പോഴൊക്കെയോ കിടന്നുറങ്ങി. ഞാൻ ഈ ഉണ്ടാക്കുന്ന ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടിയവർക്ക് ട്രൈ ചെയ്യാം. ഞാൻ ഭയങ്കരമായ കുക്കിംഗ് ഒന്നും വീട്ടിൽ ചെയ്യാറില്ല. എല്ലാം തട്ടിക്കൂട്ട് എളുപ്പം പരിപാടികളെ ഞാൻ ചെയ്യാറുള്ളൂ. എനിക്ക് കുറേ നേരം കിച്ചണിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ എന്തൊക്കെ ഉണ്ടാക്കാമോ അത് മാത്രമേ ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ. ഇത് ചിക്കൻ കാഫ്രിയൽ എന്നാണ് ഇതിന് പറയുന്നത്. ഒരു ഗോവൻ ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മൂവി നൈറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഭയങ്കര കളിയും ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഉറക്കമാണ്. രാവിലെ പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. രാവിലെ എണീറ്റ് നമ്മൾ സാധാരണ ചെയ്യാമല്ലോ. എന്നാലും വാക്കിങ്ങിനൊന്നും പോയില്ല, മഴയല്ലേ. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വാക്കിംഗ് ഒക്കെ കണക്കാണ്. രാവിലെ മഴയില്ലെങ്കിൽ മാത്രമേ നമ്മൾ വാക്കിന് പോകാറുള്ളൂ. അതുകൊണ്ട് ഇന്ന് ആരും വാക്കിനും പോയില്ല. എല്ലാവരും ഉറങ്ങുന്നേ ഉള്ളൂ. ഇപ്പോഴും പൂച്ചകൾ പോലും രാത്രിയിൽ ഇവിടെ ബഹളമായിരുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എല്ലാവരും ഒക്കെ എണീക്കുന്നതിന് മുന്നേ ഞാൻ ടെറസിൻ്റെ മുകളിൽ പോയുള്ള പണിയൊക്കെ തീർത്തേച്ച് താഴെ ഇറങ്ങി വന്ന് അവരെയൊക്കെ വിളിച്ചുണർത്തണം. ഇപ്പോഴും ഇതൊക്കെ ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എൻ്റെ പിള്ളേരെ. ഈ റൊട്ടീനൊക്കെ അങ്ങ് മാറും. കാരണം ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പഴയ സംഭവങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഈ കഴിഞ്ഞ ഒരു മാസം എക്സസൈസും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ലേസി ആയിട്ടൊക്കെ ഒരു മാസം മൊത്തം ഇരിക്കുമായിരുന്നു. ഇനിയിപ്പം അതൊക്കെ ഒന്ന് മാറ്റി പഴയ പോലെ റൊട്ടീൻസിലോട്ടൊക്കെ തിരിച്ചു വരണം. ആർച്ചിയുടെ ബോൾ വിട്ടുള്ള യാതൊരു പരിപാടിയില്ല. അപ്പോൾ രാവിലെ കുറച്ച് നേരം അവൻ്റെ കൂടെ സ്ഥിരം കളിക്കാറുള്ളതാണ്. ഇന്ന് ഹസ്ബൻഡ് പാലൊക്കെ വാങ്ങിക്കാൻ പോയതുകൊണ്ട് ഞാനാണ് അത് കളിക്കുന്നത്. പിള്ളേരുടെ വായ്നോട്ടത്തിൻ്റെ സമയമാണ്. ആരെയും വിടുകയില്ല. ആര് പോയാലും വായി നോക്കും. ആർച്ചിക്ക് പിന്നെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ ഉടുപ്പിൻ്റെ തുണി കണ്ടാലും മതി. അവിടെ നിന്ന് കുറച്ച് അവരോട് സംസാരിച്ച് അവരെ കണ്ടിട്ടേ അവൻ അവിടെ നിന്ന് വരുള്ളൂ. വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവരെ അകത്ത് കയറ്റും. അല്ലെങ്കിൽ പിന്നെ കാലേ മൊത്തം ചള്ളയായിട്ട് പെരയ്ക്കകത്ത് മൊത്തം ചള്ളയും കൊണ്ട് കയറും. ഹസ്ബൻഡ് പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാനിനിയും അകത്ത് പോയി കോഫിയൊക്കെ ഇട്ട് കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഇനിയും ബുക്കൊക്കെ വാങ്ങിക്കാൻ പോകണം സ്കൂളിൽ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഒരേ സംഭവം തന്നെയാണ്. ബോറിംഗ് ആയിട്ടുള്ള ഫ്രൂട്ട്സും ബോയിൽഡ് എഗ്ഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മൂതി. അപ്പോൾ